ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ KSU നേതാവിന്റെ താൽക്കാലിക ജോലി തെറിപ്പിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ നിന്നാണ് പുറത്താക്കിയത്. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച വിവാദ സംഭവത്തിൽ ഉൾപ്പെട്ട KSU നേതാവ് ഗണേഷ് ആറ്റൂരിനെയാണ് കിള്ളിമംഗലം സഹകരണ ബാങ്കിൽ നിന്ന് പുറത്താക്കിയത്. നടപടിയിൽ പ്രതിഷേധം ശക്തം. ലിഷോ വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോ, എന്താണ് വിശദാംശങ്ങൾ? ഒരു KSU നേതാവിനെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ നിന്ന് തന്നെ ഒരു കേസിൽ ഉൾപ്പെട്ടു എന്നതിൻ്റെ പേരിൽ പുറത്താക്കി എന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗണേഷ് ആറ്റൂരിനെ നേരത്തെ കിള്ളിമംഗലം സഹകരണ ബാങ്കിൽ അവിടെ താൽക്കാലിക നിയമനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അവിടെ ഡ്രൈവറായും ഉൾപ്പെടെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ മുഖംമൂടി ധരിപ്പിച്ച്, അതായത് ഒരു SFI KSU സംഘർഷത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത ഗണേഷ് ആറ്റൂരിനെ ഉൾപ്പെടെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിലെത്തിച്ചത്. ആ ഒരു സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഇടയാക്കിയിരുന്നു. നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായിരുന്നു. ഈ സംഭവത്തിൽ പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ തന്നെ KSU നേതാവിന് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് KSU വ്യക്തമാക്കിയിരിക്കുന്നത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ തന്നെ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പരസ്യ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് KSUവിൻ്റെ നിലപാട്. ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് കറങ്ങുന്ന ഈ നേതാക്കൾക്ക് ഒരുപക്ഷെ തെരുവിൽ പോരാടുന്ന KSU പ്രവർത്തകരുടെ വികാരം മനസ്സിലാകില്ല എന്നുൾപ്പെടെയുള്ള രൂക്ഷമായ ഭാഷയിൽ പ്രതികരണവുമായാണ് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തിയത്. എന്തായാലും യൂത്ത് കോൺഗ്രസും ഈ സംഭവത്തിൽ ഒരു ബാങ്കിനൊരു കത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഗണേഷിനെ തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇനി ഗണേഷിനെ തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഇത് താൽക്കാലിക ജോലി മാത്രമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും തിരികെ കയറാം എന്നുള്ള ഒരു നിലപാടാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കിയത്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.